എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇനി നമ്മൾ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. സദ്യക്ക് മാത്രമല്ല അല്ലാതെയും ഉണ്ടാക്കാം. ഇത്തിരി മധുരവും പുളിയും ഉപ്പും എരിവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല സ്വാദുള്ളൊരു പച്ചടി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൈനാപ്പിൾ പച്ചടി റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പൈനാപ്പിൾ തന്നെയാണ്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് പൈനാപ്പിൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു മുങ്ങുന്ന പാകത്തിന് വേണം നമ്മളിതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഈ പൈനാപ്പിൾ പച്ചടി റെഡിയാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പൈനാപ്പിൾ എടുക്കുമ്പോൾ പഴുത്തിട്ടുള്ള പൈനാപ്പിൾ തന്നെ എടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആ പൈനാപ്പിൾ പച്ചടി ഞാനിപ്പോൾ പഴുത്തിട്ടുള്ള പൈനാപ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. നിങ്ങളധികം പഴുക്കാത്ത പൈനാപ്പിളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി നമ്മളിതിലൊട്ടേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഇതിലൊട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും അധികമായി പോകരുത്. അത് ഏകദേശം ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടിയൊന്നും അധികമായി പോകരുത് കേട്ടോ. അങ്ങനെ അധികമായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു പച്ചടീൻ്റെ കളർ തന്നെ മാറിപ്പോകും. പിന്നെ ഇതിനാവശ്യമായുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിൽ പൈനാപ്പിളിലേക്ക് നന്നായിട്ട് തന്നെ ഉപ്പ് പിടിച്ച് കിട്ടും. നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പൈനാപ്പിൾ അത്ര ഉപ്പ് പിടിക്കില്ല. ആ ഒരു പേരിലാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നത്. ഇതിന് നന്നായിട്ടൊരു 5-10 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ തിളക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-10 മിനിറ്റ് മാത്രം മതിയാകും. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ സദ്യയിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഈ ഒരു പൈനാപ്പിൾ പച്ചടി. വളരെ എളുപ്പത്തിൽ ഈസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. പൈനാപ്പിളൊക്കെ വെന്തിനോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളിതൊക്കെ ചേർത്തുള്ള വെള്ളമൊക്കെ വറ്റിനോ എന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2-3 മിനിറ്റും കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും ഇത് നമുക്ക് അടച്ച് വെക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ഇതുപോലെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് തന്നെ പാകത്തിന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിവിടെ ഉടച്ചെടുക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയുള്ള തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതായത് ചിരവിയിട്ടുള്ള തേങ്ങയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. അതേ സെയിം അളവിൽ തന്നെ 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക. അതായത് ചെറിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം അധികമായി പോകരുത്. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ നമ്മൾക്കിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു തേങ്ങയുടെ മിക്സ് നമ്മുടെ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളിലെ കൂട്ടിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരക്കുമ്പോൾ എപ്പോഴും തേങ്ങ അരക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ വെള്ളം ചേർത്തിട്ട് അരച്ച് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വീണ്ടും വെറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ മുഴുവൻ തേങ്ങയും ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം.
അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ തേങ്ങയും പൈനാപ്പിളും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള തേങ്ങ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ അധികം കുക്കാക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ചുവ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത്ര നമ്മുടെ ഒരു പൈനാപ്പിൾ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളവരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുള്ള തേങ്ങയ്ക്ക് നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ ചേർത്തിട്ടുള്ള തേങ്ങയ്ക്ക് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം. അതിൻ്റെ ഒരു പച്ചച്ചുവ മാറി വരണം. അതുവരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ടെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതിൽ ചേർത്തിട്ടുള്ള തേങ്ങയുടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലവണ്ണം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ പൈനാപ്പിളും തേങ്ങയും കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് യോജിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നതായിരിക്കും ഈ ഒരു പൈനാപ്പിൾ പച്ചടിക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ തൈരും തേങ്ങയും പൈനാപ്പിളും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തന്നെ മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ നേരത്തെ ചേർത്ത ഉപ്പ് മാത്രം പോരാ, നമ്മളിപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പം വേണമെങ്കിൽ നിങ്ങൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പം ഞാനിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവ് കൂടി ഉണ്ട്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക. ഇനി നമുക്കിതിലോട്ടേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ സദ്യ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര കഴിച്ചാലും മതി വരാത്ത രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല എരിവും മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി കലർന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പൈനാപ്പിൾ പച്ചടിയായിട്ട് റെഡിയാകുന്നത്. ഇനി നിങ്ങളധികം മധുരമില്ലാത്ത പൈനാപ്പിളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഒരു ഇത്തിരി ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചോറുണ്ണാൻ ഇത് മാത്രം മതിയാകും, വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.